എന്താണ് എക്സൈറ്റഡ് ആണോ? ആദ്യമായിട്ട് മെട്രോ കയറാൻ പോണ. എത്ര കൊല്ലായുടെ മെട്രോ വന്നിട്ട് പാർക്കില് ആദ്യമായിട്ടാ മെട്രോ ഇല്ലല്ലേ കുട്ടി? എന്താണ് എക്സൈറ്റഡ് ആണോ? അവൻ ആദ്യമായിട്ടാണ് മെട്രോ കയറുന്ന പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഒരു ഗിഫ്റ്റ് മേടിക്കാൻ ലുമാളി പോയപ്പോഴാണ് ഇവൻ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വിട്ടത്. അവനോട് എക്സ്പീരിയൻസ് ചോദിക്കാൻ പറ്റില്ല, കാരണം അപ്പോഴേക്കും സിനിമ സ്റ്റാർട്ടായി. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തനിഷ്കിലേക്ക് പോയി. കാരണം അവിടെ നിന്നാണ് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് വേറൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഗിഫ്റ്റ് വാങ്ങി. ഗിഫ്റ്റ് വാങ്ങി ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. എന്തിനാന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഫുഡ് വാങ്ങാൻ. ഇത് മൊത്തം ഞങ്ങൾ തിന്നു, അതും ഞങ്ങൾ തിന്നു. ഇത് മൊത്തം തിന്നോ? പിന്നല്ല, ഇതൊക്കെ എന്ത് പറയണ. അവന്റെ ഒരു കോൺഫിഡൻസ് കണ്ടില്ലേ? 2 kg ബിരിയാണിക്ക് 750 രൂപ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഞങ്ങൾ അത് മൊത്തം തിന്നു തീർത്തു. ബാക്കി വന്ന് ഇച്ചിരി ചിക്കൻ പാർസൽ ഓടിച്ചു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ദേ ഇവനൊരുത്തൻ തോപ്പിക്കണത് നേരിട്ട് കാണുന്നത്. തോറ്റിട്ടും തോൽവി സമ്മതിക്കാത്ത അവന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്. സ്വന്തം പൈസ കൊടുത്ത് ഐസ്ക്രീം മേടിക്കാൻ ഇത്രയും കഷ്ടപ്പാടുള്ള വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് നോക്കി ഞങ്ങൾ വന്ന കാര്യം മറന്നുപോയി. കുൽഫി വാങ്ങണം. അങ്ങനെ കുൽഫി വാങ്ങിയ തിരക്കിന്റെ ഇടയിൽ നിന്ന് തിന്ന് കുൽഫി തീർന്നു. നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ കുൽഫി ഇങ്ങനെ കടിച്ച് തിന്നു നോക്കൂ, നല്ല രസം. അവിടെ നിന്നും എല്ലാം ഞങ്ങൾ തിരിച്ച് മെട്രോയിലേക്ക് പോണ വഴിക്കാണ് ടോയ് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് കയറി നോക്കാന്ന്. വല്ല അടിപൊളി ഹോട്ട് വീൽസ് അങ്ങനെ കിട്ടിയാൽ വാങ്ങിക്കാല. ഞാൻ അവിടെ കുറെ തപ്പി. RC കാർ തൊട്ട് ഡാൻസിങ് കാർ വരെ ഉണ്ട്. പക്ഷെ ഒരു ഹോട്ട് വീൽസ് ഒന്നും കണ്ടില്ല. പിന്നെയാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞ ഹോട്ട് വീൽസിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണെന്ന്. പണ്ടത്തെ പോലെ അല്ല, ഹോട്ട് വീൽസ് കിട്ടാൻ ഇച്ചിരി പാടാ. എല്ലായിടത്തും ഫാൻസാ. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കണു. നിങ്ങൾ പറ്റാച്ച ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോ ഇട്ട് തരാം. ബൈ.